ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഉന്നക്കായ ഉണ്ടാക്കുന്നതുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടത് നല്ലോണം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ്. അത് ആവിയിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുക. എന്നിട്ട് നല്ലോണം ഉടച്ചെടുത്തതാണ് ഇത്. ഇനി വേണ്ടത് മുട്ടയാണ്. ഇതിപ്പോൾ 8 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ് പൊടിയും മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പാൻ വെക്കുക, അതിൽ പശു നെയ്യ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കഴുകി വെച്ച അണ്ടി മുന്തിരി ഇട്ടിട്ട് നല്ലോണം വറുത്തെടുക്കുക. അണ്ടി മുന്തിരി വറുത്തതിന് ശേഷം കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. മുട്ട ചിക്കിയെടുത്ത രൂപത്തിലാണ് വേണ്ടത്, ചെറിയ ചെറിയ പീസായിട്ട്. അതാണ് ഈ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്. തേങ്ങേൻ്റെ ഫില്ലിങ് വെക്കുന്നവരുണ്ട്. നമ്മളിവിടെ മുട്ടയാണ് ഫില്ലിങ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം മുട്ട റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പഴം ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ടയും വെച്ചിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം നമ്മളെ പഴമെല്ലാം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അതിനുവേണ്ടി ഓയിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഇനി അതിലേക്ക് ഓരോന്നായി ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ചെറിയ സ്റ്റീമിലേ വെക്കാൻ പറ്റുള്ളൂ, പഴം കരിഞ്ഞു പോകും. നല്ലോണം ബ്രൗൺ കളർ ആവണമെന്നില്ല. മുട്ടയും പഴമെല്ലാം വെന്തതാണ്. ചെറിയൊരു യെലോയിഷ് കളറാകുമ്പോൾ തന്നെ ഇത് എടുക്കാം. അപ്പം നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.